ഞാൻ ശബരിമലയുമായി നേരിട്ട് ബന്ധമുള്ള മഹേഷിലേക്ക് ആദ്യം പോവുകയാണ്. മഹേഷ്, ഇപ്പോൾ കോടതിയിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി എത്തിയിരിക്കുന്ന അനുമാനങ്ങൾ പുറത്തു വരുമ്പോൾ പല പുതിയ പേരുകളും പുറത്തു വരികയാണ്. അതിൽ ഒരു പോറ്റിയെ സഹായിച്ച ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനും മാത്രമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ 9 ഉദ്യോഗസ്ഥരാണ്, 9 പേരാണ് ആ മഹസറിൽ ഒപ്പിട്ടത് എന്നുള്ള വിവരം വരികയാണ്. അതോടൊപ്പം കൽപേഷ് എന്നൊരു പുതിയ പേര് കൂടി എത്തുന്നു, തന്ത്രിയുടെ സഹായി. ഈ കൽപേഷിനെ കുറിച്ച് മഹേഷ് പണിക്കർക്ക് വല്ല വിവരമുണ്ടോ? ഇല്ല, ഒരു ഇല്ല. ഈ പേരുകളൊക്കെ നമ്മുടെ ഇതിനകത്ത് പുതിയതാണ്. കാര്യം ഒരുപാട് അവതാരങ്ങളുണ്ടല്ലോ, ഈ മഹാവിഷ്ണുവിന്റെ അവതാരം പോലെ, ദശാവതാരം അല്ലല്ലോ. അപ്പം അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ എന്തായാലും ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ആ നിരീക്ഷണം വളരെ വളരെ പ്രസക്തമാണ്. അയ്യപ്പൻ കണ്ണു തുറന്നിരിക്കുന്നു. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെയും പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്, ഇത്രയും പുറത്തു കൊണ്ടുവന്നതിന്. അപ്പൊ ഇനി ഒരുപാട് അവതാരങ്ങൾ പുറത്തു വരാനുണ്ട്. എല്ലാവരും വരട്ടെ. സത്യം പറഞ്ഞാൽ ഈ അവതാരങ്ങളൊക്കെ ചെറിയ ചെറിയ പരൽമീനുകളാണ്. ഇതിനൊക്കെ വമ്പൻ കൊമ്പൻ സ്രാവുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വരട്ടെ, അവരുടെയൊക്കെ പേര് കേട്ട് കേരളം ഞെട്ടട്ടെ, അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ കുളിർമഴ പെയ്യട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. മഹേഷ്, ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ ആദ്യം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത് തങ്ങൾക്ക് ഈ ചെമ്പുപാളിയാണ് ലഭിച്ചത് എന്നുള്ളതാണ്. അതിൽ സ്വർണത്തിന്റെ അംശമില്ലായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ മഹസറിൽ രേഖപ്പെടുത്തിയതും ചെമ്പുപാളി എന്നാണല്ലോ. പക്ഷേ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തപ്പോൾ ഈ MD കൃത്യമായി അതിന്റെ കണക്കുകളടക്കം പറയുകയാണ്. ആ കണക്കുകൾ പറയുമ്പോൾ എത്രത്തോളം സ്വർണം തങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നതടക്കം, അതായത് സ്മാർട്ട് ക്രിയേഷൻസ് സ്വന്തമായി എടുത്തത് 150 ഗ്രാം, അതായത് അവർ ചെയ്ത ജോലിയുടെ പ്രതിഫലമായി എടുത്തിരിക്കുന്നു. 394.9 ഗ്രാം സ്വർണം ആ പാളിയിൽ പൂശിയിരിക്കുന്നു. ബാക്കി വരുന്ന 474.9 ഗ്രാം സ്വർണ്ണ കട്ടിയാക്കി ഈ പറയുന്ന കൽപേഷിന്റെ കയ്യിൽ കൊടുത്തു, അതായത് തന്ത്രിയുടെ സഹായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളടക്കം പുറത്തേക്ക് വരുമ്പോൾ ആ പുറത്തേക്ക് കൊടുത്ത കട്ടികളായി കൊടുത്ത സ്വർണം അതെവിടെ പോയി എന്ന ചോദ്യമുണ്ടല്ലോ. കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയും ഇതെല്ലാം പച്ചക്കള്ളാണ്. ഈ 1 കിലോയോ അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അല്ല അതിനകത്തെ. കാര്യം ഇവരൊരു ഇവര് ഈ 1 കിലോ എന്നുള്ള കണക്ക് എവിടുന്നാ വന്നേ? അതെങ്ങനെ കറക്റ്റായിട്ട് ഈ 1000 ഗ്രാമായിട്ട് ഇവരെടുത്ത സാധനത്തിനകത്ത് വരുന്നത്? അപ്പൊ അതൊന്നും അല്ല. ഇത് ജസ്റ്റ് അവരിപ്പം മേളിലത്തെ വമ്പൻ സ്രാവുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇവരിവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് അനുമാനിക്കേണ്ടത്. ഇത് കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ ആണ്. 1 കിലോയോ 10 കിലോയിലോ 50 കിലോയിലോ ഒതുങ്ങുന്ന സംഭവമല്ല. ഇത് അതിനെക്കാട്ടിലൊക്കെ സ്വർണത്തിന്റെ വിലയെക്കാട്ടിലൊക്കെ ഉപരിയാണ് അതിന്റെ കച്ചവടം നടന്നിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ ഈ ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ഇടപെട്ടിരിക്കുന്ന ഈ ചെറിയ പരൽമീനുകൾക്കോ മുമ്പിൽ മാത്രമാണ് ഈ 1 കിലോയുടെ കണക്ക് വെക്കുന്നത്. അതായത് കൊള്ളസംഘം വീതം വെക്കുമ്പം ആ ഏറ്റവും അറ്റത്ത് നിന്ന് ആള് പറയാണ് 1 കിലോയാ കിട്ടിയത്, 1 കിലോയെ കിട്ടിയോളൂ ഞങ്ങൾക്ക്, ബാക്കിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്നാണ് പറയുന്നത്. തികച്ചും അവാസ്തവമാണ്. അങ്ങനത്തെ രീതിയിലുള്ള ഒരു കച്ചവടം ഇവരെങ്ങനെ, അത് ഒഫീഷ്യലി ഒന്നും അല്ലല്ലോ ഇത് എടുത്തിരിക്കുന്നത്. ഇവരിപ്പോ ആദ്യമൊന്നും പറഞ്ഞതും അല്ലല്ലോ. ഇപ്പൊ തെളിച്ച് നമ്മുടെ വിജിലൻസ് SP അദ്ദേഹത്തിന്റെ മിടുക്കുകൊണ്ട് കണ്ടെത്തിയല്ലേ ഇത്. ബാക്കി ഇതിനേക്കാളും വലിയ പുലികൾ ഇപ്പൊ ഇറങ്ങാൻ പോവല്ലേ. പുലികൾ കണ്ടുപിടിക്കട്ടെ യഥാർത്ഥ കാര്യങ്ങള്. എന്റെ വാഹനം തന്നെ കണ്ടുപിടിക്കട്ടെ. ശരി, 2019 ഒട്ടും ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതികരണം ഒട്ടും വിശ്വസനീയമല്ല അല്ലേ? അതെ തീർച്ചയായിട്ടും. കാര്യം നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പം 1 കിലോയിൽ അവർ വരുന്നു, അതെങ്ങനെയാണ് 1 കിലോയിൽ എത്തിയത്? ശരി, കാര്യം അത് തീർച്ചയായിട്ടും അതിനകത്ത് അങ്ങനെ 1 കിലോ എന്ന് പറഞ്ഞൊരു കണക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഇവര് നേരത്തെ. ശരി, ഞാൻ വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.